Okay, hello all of you. Okay, so in the power supply, DC power supply, in the last video we have seen the working of a filter. So in the output of the filter, still we have some AC components or some variations remaining. Those variations need to be removed for generating a pure and a perfect DC. And that final stage is a voltage regulator which will give us a constant DC supply. In this video, we are studying Zener diode voltage regulator, and we will see how a Zener diode is used to function or to implement a voltage regulator circuit. For that, we will see the characteristics of a Zener diode regulator. So in the forward bias, the Zener diode will behave as a normal diode. This is the forward bias region. So in forward bias, the Zener diode behaves as a normal diode with the cut-in voltage 0.3 to 0.7, 0.3 volt for germanium, 0.7 volt for silicon. And in reverse bias, the Zener breakdown occurs at a particular voltage called Zener breakdown voltage, and that happens at this point, Vset. Vset is the Zener breakdown voltage minus Vset. And after breakdown, you can see that the current increases sharply, whereas the voltage remains almost constant at this point. So this property, that which means that although you are varying the input voltage and although the current is getting varied, the voltage Vset remains constant. അതായത് നിങ്ങൾ സെനർ ഡയോഡിലേക്ക് കൊടുക്കുന്ന എക്സ്റ്റേണൽ വോൾട്ടേജ് അത് കൂട്ടിയാലും കുറച്ചാലും അതുപോലെ സെനറിൻ്റെ കറണ്ട് കൂടിയാലും കുറഞ്ഞാലും ഒക്കെ സെനർ ഡയോഡിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും, ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്, ചെറിയ വേരിയേഷൻസ് ഉണ്ടായിരിക്കും. ആ വോൾട്ടേജ് എന്ന് പറയുന്നതാണ് സെനർ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് Vset. ഈ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേഷൻ ആക്ഷനിൽ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു ഡിവൈസ് വർക്ക് ചെയ്യുമ്പോൾ ആ ഡിവൈസിലേക്ക് വരുന്ന വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ വീട്ടിലൊക്കെ ടി വി കാണുമ്പോൾ സപ്ലൈ വോൾട്ടേജ് കുറഞ്ഞാലും നമ്മുടെ സ്റ്റെബിലൈസർ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും, കോൺസ്റ്റൻ്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തും. അതൊരു റെഗുലേറ്റിംഗ് ആക്ഷനാണ്. അപ്പോൾ അതുപോലത്തെ സർക്യൂട്ടുകൾ, റെഗുലേറ്റ് ചെയ്യുന്ന സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ നമുക്ക് സെനർ ഡയോഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സെനർ ഡയോഡിന് ഒരു ഓപ്പറേറ്റിംഗ് റേഞ്ച് ഉണ്ട്. അതായത് ഈ ഒരു റേഞ്ചിനകത്താണ് അത് സെനർ ഡയോഡ് റെഗുലേറ്റിംഗ് ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പോകുന്ന കറണ്ട്, സെനർ ഡയോഡ് ഇപ്പോൾ ഒരു മിനിമം കറണ്ട് ഉണ്ടെങ്കിലേ അത് റെഗുലേഷൻ ആക്ഷൻ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അതിന് ഐസെറ്റ് മിനിമം എന്നിവിടെ മാർക്ക് ചെയ്തിട്ട് ദിസ് പോയിന്റ്, ദിസ് ഈസ് ദി ഐസെറ്റ് മിനിമം പോയിന്റ്. കാരണം ആ കറണ്ടിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബ്രേക്ക് ഡൗണിൽ നിന്ന് തിരിച്ച് അതിൻ്റെ റിവേഴ്സ് ബയസ് റീജിയനിലോട്ട് പോകും. അതുപോലെ ഒരു മാക്സിമം കറണ്ട് ഐസെറ്റ് മാക്സ് എന്ന് പറയുന്നൊരു കറണ്ട് ഉണ്ട്. അതിൻ്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഡയോഡ് ഡാമേജ് ആകും. അതുകൊണ്ട് അതിന് ചോടെ അതിനെ നിർത്തണം. അതാണ് നമ്മുടെ ഈ പോയിന്റ് ഐസെറ്റ് മാക്സ്. സോ ഈ ഒരു റീജിയനിൽ, സെനർ ബ്രേക്ക് ഡൗൺ റീജിയൻ, ഇതിനകത്ത് ആ ഡയോഡിനെ നമുക്ക് വോൾട്ടേജ് റെഗുലേഷന് വേണ്ടി ഉപയോഗിക്കാം. ഇതാണ് നമ്മൾ നോർമലി സിമ്പിളായിട്ട് സെനർ ഡയോഡിൻ്റെ പറയുന്നത്. ഓക്കെ, ഇതെങ്ങനെയാണിത് സെനർ ഡയോഡ് ഒരു വോൾട്ടേജ് റെഗുലേഷൻ ആക്ഷനിൽ യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതാണ് വോൾട്ടേജ് റെഗുലേഷൻ്റെ സർക്യൂട്ട്, സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. ഓക്കെ, സോ ഇവിടെ നമ്മൾ സെനർ ഡയോഡ് ഇവിടെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ദിസ് ഈസ് അവർ സെനർ ഡയോഡ്. അതിൻ്റെ വോൾട്ടേജ് Vset ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. അതായത് ആ വോൾട്ടേജ് ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടേണ്ടത്. ദാറ്റ് ഈസ് യുവർ റെഗുലേറ്റഡ് ഔട്ട്പുട്ട്. ആൻഡ് Vs ഈസ് ദ സപ്ലൈ വോൾട്ടേജ്. ദെൻ ദിസ് ഈസ് അവർ ലോഡ് റെസിസ്റ്റർ R. ഇപ്പോൾ ഈ സപ്ലൈയിൽ നിന്ന് ഒരു കറണ്ട് Is എന്ന് പറയുന്ന ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് Is ത്രൂ എ സീരീസ് റെസിസ്റ്റൻസ് Rs. സീരീസ് റെസിസ്റ്റൻസ് വെച്ചിരിക്കുന്നത് നമ്മുടെ കറണ്ടിനെ ലിമിറ്റ് ചെയ്യാനാണ്. ഒരു ഐസെറ്റ് മാക്സിൻ്റെ മുകളിൽ ഈ കറണ്ട് ഫ്ലോ ചെയ്യാതിരിക്കാനാണ്, അല്ലെങ്കിൽ ഡയോഡ് ഡാമേജ് ആവും. സോ യു ഹാവ് ടു കീപ് യുവർ കറണ്ട് ബിലോ ഐസെറ്റ് മാക്സ്. സോ Rs എന്ന് പറയുന്നത് ഒരു കറണ്ട് ലിമിറ്റിംഗ് സർക്യൂട്ടാണ്.
അപ്പോൾ ഈ ഐ എസ് എന്ന് പറയുന്ന കറണ്ട് രണ്ട് ബ്രാഞ്ചിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. കിർച്ചോഫ് കറണ്ട് ലോ വെച്ചിട്ട് നമുക്ക് ഐ എസിനെ ഐ എസ് ഈസ് ഈക്വൽ ടു ഐ സെറ്റ് പ്ലസ് ഐ എൽ എന്ന് പറഞ്ഞ് എഴുതാം. അതായത് ഈ പോയിന്റിൽ നിന്ന് ഇത് താഴേക്ക് ഐ സെറ്റ് ആയിട്ട് പോകും, പിന്നെ ബാക്കിയുള്ള കറണ്ട് ഇവിടെ വന്ന് താഴേക്ക് ഐ എൽ ആയിട്ട് ഫ്ലോ ചെയ്യും. സോ ഐ സെറ്റ് ഈസ് ഈക്വൽ ടു ഐ എസ് ഈസ് ഈക്വൽ ടു ഐ സെറ്റ് പ്ലസ് ഐ എൽ. ഇതാണ് സർക്യൂട്ട്. ഇനി ഇതിനകത്ത് നമുക്ക് വരാകുന്ന റെഗുലേഷൻ രണ്ട് രീതിയിലുള്ള റെഗുലേഷനാണ്. Two types of regulation. First one, line regulation with varying input voltage, load regulation with varying load current. Okay, അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. So first we will see line regulation. രണ്ട് type of voltage regulations ആണ് നമ്മൾ നോക്കുന്നത്. First one, line regulation with varying input voltage. അതായത് ഇൻപുട്ട് വോൾട്ടേജിനെ നമ്മൾ വാരി ചെയ്യുന്നു. സോ വി എസ് ഈസ് വാരിയബിൾ, അറ്റ് ദ സെയിം ടൈം ആർ എൽ ഈസ് ഫിക്സഡ്. ലോഡ് റെസിസ്റ്ററിനെ ഫിക്സ് ചെയ്ത് വെച്ചു, ഇൻപുട്ട് വി എസിനെ നമ്മൾ വാരി ചെയ്യുന്നു. അപ്പോൾ വി എസ് വാരി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സപ്പോസ് യു ആർ ഇൻക്രീസിങ് യുവർ ഇൻപുട്ട് വോൾട്ടേജ് വി എസ്. വി എസ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ അതിൽ നിന്ന് ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഇൻക്രീസ് ചെയ്യും. അതായത് IS. When you increase VS, it will cause an increase in the IS. IS കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? IS എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? IS is equal to IZ plus IL ആണ്. അപ്പോൾ IS കൂടിക്കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് സെനർ ഡയോഡിന് ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് കറണ്ട് എത്ര കൂടിക്കഴിഞ്ഞാലും അതിന് അക്രോസ് വരുന്ന വോൾട്ടേജിനെ അത് കോൺസ്റ്റൻ്റ് ആക്കി നിലനിർത്തും സെനർ ബ്രേക്ക് ഡൗൺ റീജിയനിൽ. അപ്പോൾ ഈ ഐ എസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട്, അതായത് ഐ എസ് എന്ന് പറയുന്നത് ഐ എസ് ഈസ് ഈക്വൽ ടു ഐ സെറ്റ് പ്ലസ് ഐ എൽ. പക്ഷെ നമുക്ക് പറഞ്ഞ് തന്നിട്ടുള്ളൊരു കാര്യം എന്താണ്? ആർ എൽ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. ആർ എല്ലിൽ മാറ്റമില്ല. ഇപ്പോൾ റെസിസ്റ്റർ ഫിക്സഡ് ആണെങ്കിൽ അത് കൂടെ ഒഴുകുന്ന കറണ്ട് ഫിക്സഡ് ആയിരിക്കും. സോ IL is fixed. IL ഫിക്സഡ് ആണ്. IL ഫിക്സഡ് ആകുമ്പോൾ അപ്പോൾ ഇതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഐ എസിൻ്റെ ഇൻക്രീസിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അവിടെ ഐ സെറ്റ് കൂടണം. ഐ സെറ്റ് വിൽ ഇൻക്രീസ്. സോ ഇപ്പം എന്ത് കണ്ടു നമ്മൾ? വി എസ് ഇൻക്രീസ് ചെയ്താലും ഈ ലോഡ് കൂടെ ഒഴുകുന്ന കറണ്ടിന് മാറ്റം സംഭവിക്കുന്നില്ല. IL അവിടെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. കാരണം അധികം വന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നത് സെനർ ഡയോഡ് വഴിയാണ്. സെനർ ഡയോഡ് കൂടെ എത്ര കറണ്ട് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ വോൾട്ടേജ് മാറുന്നില്ല. ഓക്കെ, അപ്പോൾ സെനർ ഡയോഡിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെനർ ഡയോഡിന് അക്രോസുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് EZ ആണ്. അതാണ് നമുക്ക് ഈ ടെർമിനലിൽ കിട്ടുന്നത്. ഈ ടെർമിനലിൽ കിട്ടുന്ന വോൾട്ടേജ് തന്നെയാണ് നമുക്ക് ഇവിടെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്, VO ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇൻപുട്ട് VS എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്താലും ആര് ഇൻക്രീസ് ചെയ്യില്ല? VO ഇൻക്രീസ് ചെയ്യില്ല, അല്ലെങ്കിൽ VOയിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. കാരണം അധികം വരുന്ന കറണ്ട് സെനർ ഡയോഡ് വഴി ഫ്ലോ ചെയ്യുന്നു. അതേപോലെ നമുക്ക് ഇതിനെ വേറൊരു രീതിയിൽ പറയാം. IS ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും? IS ഇൻറ്റു RS ഇൻക്രീസ് ചെയ്യും. അതായത് നമുക്കറിയാം ഇതിൻ്റെ കിർച്ചോഫ് വോൾട്ടേജ് ലോ ഈ സർക്യൂട്ടിൽ എഴുതി കഴിഞ്ഞാൽ VS ഇസ് ഈക്വൽ ടു IS ഇൻറ്റു RS പ്ലസ് VZ ആണ്. അതായത് ഈ ഒരു ലൂപ്പിനകത്ത് കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ VS is equal to വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RS, അതാണ് IS ഇൻറ്റു RS പ്ലസ് VZ കോൺസ്റ്റൻ്റ് ആണ്. സോ VS ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഇൻക്രീസ്
ഈ റെസിസ്റ്ററിന് അക്രോസുള്ള വോൾട്ടേജ് ഡ്രോപ്പായിട്ട് അത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് നമ്മൾ ഇൻപുട്ട് എത്ര മാറ്റിക്കഴിഞ്ഞാലും ഔട്ട്പുട്ടിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ടി വി ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് വോൾട്ടേജ് ബൂസ്റ്റ് ആയി കഴിഞ്ഞാലും ടി വിനെ അത് അഫക്റ്റ് ചെയ്യില്ല. കാരണം എന്താണ്, ഈ അഡീഷണൽ വരുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് ആ സ്റ്റെബിലൈസറിനകത്ത് വരുന്ന സെനർ ഡയോഡ് സർക്യൂട്ട് വഴി ഫ്ലോ ചെയ്ത് പോകും. നമ്മുടെ ടി വിയിലേക്ക് അത് വരില്ല. പക്ഷെ ഒരു പരിധി വരെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു പരിധിക്ക് അപ്പുറം ഈ കറണ്ട് കൂടിക്കഴിഞ്ഞാൽ സെനർ ഡയോഡ് ഡാമേജ് ആവും. അപ്പം നമ്മുടെ ടി വിനെ അത് എഫക്റ്റ് ചെയ്യും. ഇനി ഇത് ഡിക്രീസ് ചെയ്താലും ഇത് തന്നെയാണ് അവസ്ഥ. അതായത് വി എസ് ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ when you decrease the VS ഡിക്രീസ് ചെയ്താൽ ആര് ഡിക്രീസ് ചെയ്യും? IS ഡിക്രീസ് ചെയ്യും. IS ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ IZ ഡിക്രീസ് ചെയ്യും. അപ്പോൾ IL അതുപോലെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ VS കൂടിക്കഴിഞ്ഞാൽ IZ ഡിക്രീസ് ചെയ്യും. IZ ഡിക്രീസ് ചെയ്താലും അത് VOനെ അഫക്റ്റ് ചെയ്യില്ല. VO കോൺസ്റ്റൻ്റ് ആയിരിക്കും. So again you can write Vs is equal to Is into Rs plus Vz. So decrease ചെയ്യുന്നത് Vs ആണ്. ആ കറസ്പോണ്ടിങ് ഡിക്രീസ് നമുക്ക് റെസിസ്റ്റർ RSനെ അക്രോസ് ഡിക്രീസ് ചെയ്യും. നമ്മുടെ Vz എന്ന് പറയുന്നത് അപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ട് അവിടെ നിൽക്കും. ഓക്കെ, ഇതാണ് ഒരു ലൈൻ റെഗുലേഷനിൽ സംഭവിക്കും. ലൈൻ റെഗുലേഷൻ എന്ന് പറഞ്ഞാൽ ലൈനിൽ വരുന്ന വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഔട്ട്പുട്ടിനെ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തും. ഇതിൻ്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്, ലൈൻ റെഗുലേഷൻ ഗ്രാഫ്. അതായത് ഇൻപുട്ട് നമ്മൾ ഈ പോയിന്റ് മുതൽ ഇവിടെ വരെ വാരി ചെയ്ത് നോക്കി, ഇത്രത്തോളം വാരിയേഷൻ ഇൻപുട്ടിൽ വന്നു. അതിനനുസരിച്ച് ഔട്ട്പുട്ടിൽ എത്ര വാരിയേഷൻ വന്നിട്ടുണ്ട്? ഓൺലി ദിസ് മച്ച് വാരിയേഷൻ. ഓക്കെ, ഇൻപുട്ട് ഈ പറയുന്ന പോയിന്റ് എ മുതൽ ബി വരെ നമ്മൾ വാരി ചെയ്ത് നോക്കി. പക്ഷേ ഔട്ട്പുട്ടിനകത്ത് വരുന്ന വാരിയേഷൻ ബി ടു സി, ദാറ്റ് ഇസ് എ വെരി സ്മോൾ വാരിയേഷൻ. സോ പെർസെൻറ്റേജ് വാരിയേഷൻ ഓർ പെർസെൻറ്റേജ് റെഗുലേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദ ഡെൽറ്റ വി ഒ. അതായത് എത്രമാത്രം ഔട്ട്പുട്ടിൽ വാരിയേഷൻ വന്നു വിത്ത് റെസ്പെക്ട് ടു ദ വാരിയേഷൻ ഇൻ ദ ഇൻപുട്ട്, ദാറ്റ് ഈസ് വി എസ് ഇൻറ്റു 100%. ഇക്വേഷൻ നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ പെർസെൻറ്റേജ് ലൈൻ റെഗുലേഷൻ. അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ഐഡിയൽ വാല്യൂ 0 ആണ്. അതായത് ഇൻപുട്ട് ഡെൽറ്റ വി എസിൽ എത്ര വേരിയേഷൻ വന്നാലും ഡെൽറ്റ വി ഒ 0 ആയിരിക്കണം. അതായത് ഔട്ട്പുട്ടിൽ വേരിയേഷൻസ് ഒന്നും വരാൻ പാടില്ല. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. ദാറ്റ് വി ക്യാൻ സീ ഫ്രം ദിസ് ഗ്രാഫ്. സോ ദിസ് ഈസ് കോൾഡ് ലൈൻ റെഗുലേഷൻ. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ലോഡ് റെഗുലേഷൻ ആണ്. Okay, let us see the load regulation. Okay, in load regulation, the situation is reversed. Here the input is fixed. Vs എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. പക്ഷേ ലോഡാണ് നമ്മൾ വാരി ചെയ്യുന്നത്. വാരിയിങ് ലോഡ് കറണ്ട്, അതായത് ഐ എല്ലിനെ നമ്മൾ വാരി ചെയ്യും. ഐ എല്ലിനെ വാരി ചെയ്യണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് റെസിസ്റ്റൻസും വാരി ചെയ്യണം. സോ ആർ എൽ ഈസ് വാരിയബിൾ ഹിയർ, ബട്ട് വി എസ് ഈസ് ഫിക്സഡ്. ഓക്കെ, സോ ലെറ്റ് us see how the regulation is done here. നമ്മൾ കറണ്ട് ഐ എൽ വാരി ചെയ്യുകയാണെങ്കിൽ, സപ്പോസ് യു ആർ ഇൻക്രീസിങ് ദ ഐ എൽ, അതായത് ഐ എൽ വാരി ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റിൻ്റെ വാരിയേഷനാണ്. അതായത് നമ്മളിപ്പോൾ ഒരു റെഗുലേറ്റർ ഡിസൈൻ ചെയ്തു. ആ റെഗുലേറ്റർ ഇപ്പോൾ ഒരു ടി വിക്ക് നമ്മൾ ഉപയോഗിക്കുന്നു. രണ്ട് ടൈപ്പ് ഓഫ് ടി വിക്കാണ് അത് ഉപയോഗിക്കുന്നത്. ഒന്ന് മേ ബി കൂടുതൽ കറണ്ട് ഉപയോഗിക്കുന്ന ടി വി, രണ്ടാമത്തേത് കറണ്ട് കുറവ് ഉപയോഗിക്കുന്ന ടി വി.
അപ്പോൾ നമ്മൾ IL എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യണം, അതായത് കറണ്ട് കൂടുതൽ ആവശ്യമുള്ള ഒരു ഡിവൈസിലേക്കാണ് നമ്മൾ ഈ റെഗുലേറ്റർ കണക്ട് ചെയ്യുന്നത്. സോ IL ഈസ് ഇൻക്രീസ്ഡ്. സോ യു നോ again IS is equal to IL plus IZ. ഓക്കെ, അപ്പോൾ IL ഇവിടെ ഇൻക്രീസ് ചെയ്യും, യു ആർ ഇൻക്രീസിങ് IL. പക്ഷെ നമ്മുടെ VS ഫിക്സഡ് ആണ്. VS ഫിക്സഡ് ആയതുകൊണ്ട് ISനെ നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് ഇൻപുട്ട് വോൾട്ടേജ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻപുട്ട് കറണ്ടും ഫിക്സഡ് ആയിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. സോ IL ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ISനെ കോൺസ്റ്റന്റ് ആക്കി നിർത്തണമെങ്കിൽ IZ ഡിക്രീസ് ചെയ്യണം. സോ യുവർ IZ ഈസ് ഡിക്രീസ്ഡ്. അതായത് സെനർ ഡയോഡ് കൂടെ പോകുന്ന കറണ്ട് അതിനനുസരിച്ച് കുറയും. സോ IZ ഈസ് ഡിക്രീസ്ഡ് and IS will remain constant. ഓക്കെ, അപ്പോൾ സെനർ ഡയോഡിൽ കൂടെ പോകുന്ന കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാലും ആരെ അത് അഫക്റ്റ് ചെയ്യില്ല? VZനെ അഫക്റ്റ് ചെയ്യില്ല, കാരണം അതിന് കോൺസ്റ്റന്റ് വോൾട്ടേജ് നിലനിർത്താനുള്ള കഴിവുണ്ട്. സോ since VZ is constant, your output VO is constant. So even if you vary the load current, the output voltage is not varying. That is a regulation. Next, IL, if you are decreasing IL, അതായത് നമുക്ക് കറണ്ട് കുറവ് ആവശ്യമുള്ള ഡിവൈസാണ് കണക്ട് ചെയ്തിരിക്കുന്നത്, what happens? Correspondingly, IZ will increase and your IS remains constant. അപ്പോഴും നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെനർ ഡയോഡിന്റെ കറണ്ട് കൂടിയാലും ഔട്ട്പുട്ട് VZൽ തന്നെ നിലനിൽക്കും, കോൺസ്റ്റന്റ് ആയിട്ട്. And we are getting the regulating action. Okay, ഇങ്ങനെയാണ് ലോഡ് റെഗുലേഷൻ സംഭവിക്കുന്നത്. അതിൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ VO ആണ് y ആക്സിസിൽ എടുത്തിരിക്കുന്നത്, then IL ആണ് x ആക്സിസിൽ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ രണ്ട് വോൾട്ടേജുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. V നോ ലോഡ് എന്ന് പറഞ്ഞാൽ നോ ലോഡ് വോൾട്ടേജ്, നോ ലോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അതുപോലെ VFL, ഇറ്റ് ഈസ് ഫുൾ ലോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്, ഫുൾ ലോഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു പർട്ടിക്കുലർ ഡിവൈസ് കണക്ട് ചെയ്തു, ആ ഡിവൈസ് കണക്ട് ചെയ്യുമ്പോഴുള്ള കറണ്ട് വോൾട്ടേജിനെയാണ് V ഫുൾ ലോഡ് എന്ന് പറയുന്നത്. അതായത് ആ ഡിവൈസ് കണക്ട് ചെയ്യുമ്പോൾ അതുവഴി നമുക്ക് ആ ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കറണ്ട് ഉണ്ടായിരിക്കും, ദാറ്റ് ഈസ് IFL എന്ന് പറയുന്ന കറണ്ട്. ഇനി ഈ ലോഡ് അല്ലെങ്കിൽ ആ ഡിവൈസ് നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള കറണ്ട് എന്തായിരിക്കും? ഈ സർക്യൂട്ട് നോക്കിയാൽ നമുക്കറിയാം, യു ആർ കണക്റ്റിംഗ് എ ലോഡ്. ഇവിടെ ഒരു ലോഡ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്, സേ TV അല്ലെങ്കിൽ സം അതർ ഡിവൈസ്. അപ്പോൾ ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുവഴി ഒരു കറണ്ട് ഫ്ലോ ഉണ്ടായിരിക്കും. അതാണ് നമ്മുടെ IFL എന്ന് പറയുന്ന ഫുൾ ലോഡ് കറണ്ട്. ഈ ഡിവൈസ് കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരിക്കും? ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും, ഓപ്പൺ സർക്യൂട്ട് കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. സോ നോ ലോഡ് കറണ്ട് INL എന്ന് പറഞ്ഞാൽ അത് 0 ആംപിയർ ആയിരിക്കും. ആ സമയത്ത് ഇതിപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ കറണ്ട് ഫുള്ള് സെനർ ഡയോഡ് വഴി ഫ്ലോ ചെയ്യും, IZ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ടിനകത്ത് നമുക്ക് എന്ത് സംഭവിക്കും? V നോ ലോഡ് എന്ന് പറയുന്ന പോയിന്റാണ് ഇത്. I നോ ലോഡാണ് 0 കറണ്ട്. അപ്പോൾ 0 കറണ്ടിന് അല്ലെങ്കിൽ 0 കറണ്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് V നോ ലോഡ്. ദെൻ ലോഡ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കറണ്ട് IFL, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജ് VFL. സോ VFL എന്ന് പറയുന്നത് V നോ ലോഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറവാണ്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഈ സർക്യൂട്ട് നിങ്ങൾക്ക് നോക്കിയറിയാം, നമ്മുടെ ഔട്ട്പുട്ടിൽ ലോഡൊന്നും കണക്ട് ചെയ്തിട്ടില്ലെങ്കിൽ സെനർ ഡയോഡിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്താണോ അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അത് അതുപോലെ കിട്ടും. നേരെ മറിച്ച് ഇതിന് അക്രോസ് ഒരു ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും
ചെറിയൊരു കറണ്ട് അല്ലെങ്കിൽ വി ഫുൾ ലോഡ് എന്ന് പറയുന്ന ഒരു കറണ്ട് അതുവഴി ഫ്ലോ ചെയ്യും. അപ്പം നമ്മൾ സെനർ ഡയോഡിന്റെ ഗ്രാഫ് വെച്ചിട്ട് നമ്മൾ കണ്ടിരുന്നു. ഇത് ബ്രേക്ക് ഡൗൺ നടന്നു കഴിഞ്ഞാൽ കോൺസ്റ്റന്റ് ആയിട്ട് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ അത് ചെറിയ വേരിയേഷൻ അതിനകത്ത് ഉണ്ടാവും. അതായത് കറണ്ട് കുറയും തോറും റീസെറ്റിൽ ചെറിയൊരു കുറവ് സംഭവിക്കുന്നുണ്ട്. ആ കുറവാണ് നമ്മൾ ഇവിടെ കാണിക്കുന്ന വി ഫുൾ ലോഡിൽ കാണിക്കുന്ന കുറവ്. Okay, so anyway, when you connect a device, there will be a small decrease in the voltage across the Zener diode. Okay, ഇവിടെ percentage regulation എന്ന് പറയുന്നത് percentage load regulation എന്ന് പറയുന്നത് V no load minus V full load by V no load into 100%. ഇതാണ് നമ്മുടെ പെർസെൻറ്റേജ് ലോഡ് റെഗുലേഷൻ. ഓക്കെ, ഇത്രയാണ് നമ്മൾ സെനർ ഡയോഡിന്റെ വർക്കിംഗ്. അത് ഇതിന്റെ റെഗുലേഷൻ ചോദിച്ചാൽ ഈ രണ്ട് റെഗുലേഷൻ പറയണം, ലൈൻ ആൻഡ് ലോഡ്. ഓക്കെ, ഇറ്റ് ഈസ് ക്ലിയർ. താങ്ക് യു.